ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോ മറയൂരിലേക്കുള്ളൊരു യാത്രയാണ്. അവിടെ ഒരു അടിപൊളി പ്രൈവറ്റ് പൂൾ മഡ് ഹൗസിൽ താമസിക്കുക, ആ വൈബ് എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് ലക്ഷ്യം. ഞങ്ങളത് രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു. അങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം ഈ തേയിലത്തോട്ടം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ഇതുപോലത്തെ ബ്യൂട്ടിഫുള്ളായ തേയിലത്തോട്ടം ഇടുക്കി ഹൈറേഞ്ചിൽ മാത്രമേ കാണൂ. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലെ ഈ തണൽ മരങ്ങൾ, ഈ ലാൻഡ്സ്കേപ്പ് കാണാൻ തന്നെ എന്ത് രസമാണ്. തേയിലച്ചെടിക്ക് ആവശ്യമായ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ തണൽ മരത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കുട്ടിക്കാനം, ഏലപ്പാറ, ശാന്തമ്പാറ വഴി ചിന്നക്കനാലെത്തി അവിടെ നിന്നും നേരെ മറയൂരിലേക്ക്. അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത റൂട്ട്. വരുന്ന വഴി പച്ചപ്പും ഹരിതവും നല്ല രസമുള്ളൊരു റൂട്ടാണിത്. ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ ഈ മലനിരയും ഈ പച്ചപ്പും ഈ റോഡൊക്കെ ആസ്വദിച്ച് അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ മൂന്നാർ എത്തിയപ്പോഴാണ് വട്ടവടയിൽ കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല, നേരെ വട്ടവടയിലേക്ക് വിട്ടു. വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് റിസർവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വഴിയിൽ നെക്സ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ വെഹിക്കിൾ ഒരിടത്തും നിർത്താൻ പാടില്ല. ആ രണ്ട് ചെക്ക് പോസ്റ്റിൻ്റെ ഇടയിലുള്ള സീനിക് വ്യൂ അതിമാരകമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും പച്ചപ്പും ആ മലനിരകളും നീലാകാശവും വേറൊരു ലെവൽ കാഴ്ച അനുഭൂതിയാണ് നമുക്ക് പകരുന്നത്. വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ രണ്ട് സ്ഥലങ്ങൾ ഒന്നാണിത്. പച്ച വിരിച്ച ഭൂതലം, ആ മലനിരകൾ, സൈഡിലുള്ള ഈ മരങ്ങൾ, ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് നമുക്കിത് കാഴ്ചവെക്കുന്നത്. ഈ റോഡിൽ കൂടി പോകുന്ന ഒരു ഫീൽ അത് പറയാൻ തന്നെ പറ്റും. വട്ടവടയിലേക്ക് പോകുന്ന വഴിയിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്, ഇടതൂർന്ന പൈൻ ഫോറസ്റ്റ്. ഇതുവഴി ബൈക്കിൽ പോകാം, അതൊരു വേറൊരു വൈബാണ്. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ഞങ്ങൾ മറയൂരിലേക്ക് കയറാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ മലകൾ മേഘത്താൽ മൂടാൻ തുടങ്ങി. ഒരു മഴയുടെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. വിചാരിച്ച പോലെ തന്നെ മറയൂർ അടുത്തപ്പോഴത്തേക്ക് മഴ പെയ്തു. ഈ കാണുന്നത് വെറുമൊരു ഫോറസ്റ്റ് അല്ല, ഇതാണ് സാക്ഷാൽ ചന്ദന മരങ്ങൾ തിങ്ങി വളരുന്ന കാട്. ചില റോഡുകൾ നല്ല ഇടുങ്ങിയതാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ തീർന്നു. എതിരെ ഒരു വണ്ടി വന്നാൽ പിന്നെ പെട്ടു. ഇതാണ് ഫേമസ് ആയ ഇറച്ചിപ്പാറ വാട്ടർഫോൾസ്. സേഫായി വാട്ടർഫോളിൽ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് സ്റ്റേയിലേക്കുള്ള പോകുന്ന വഴി. വഴിയുടെ ഇരുഭാഗത്ത് നിറയെ പനകൾ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് പൂൾ വില്ല. ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി സ്റ്റേ കൂടിയാണ്. ഇതൊരു മഡ് ഹൗസ് സെറ്റപ്പാണ്. മേൽക്കൂര ഓലമിട്ടാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലൈറ്റിംഗ് ആൻഡ് പെയിന്റിംഗ് കൊണ്ട് അലങ്കരിച്ച ഒരു വരാന്തയാണ് കാണുന്നത്. ചുവരുകളിലൊക്കെ വളരെ ഭംഗിയുള്ള ആർട്ട് വർക്കുകൾ കാണും. വളരെ ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു റൂംസാണ് ഇവിടുത്തെ. റൂമിൽ ആർട്ട് വർക്ക് ആൻഡ് അറേഞ്ച്മെന്റ് വളരെ ഭംഗിയുള്ളത്. ഇത് ഞങ്ങളുടെ പൂച്ചയാണ്. ഈ മറയൂർ ഭാഗത്തൊക്കെ പെറ്റ് ഫ്രണ്ട്ലി സ്റ്റേ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാഷ്റൂം ഏരിയയിലാണ് എത്തുന്നത്.
ഇവിടെ എവിടെ നോക്കിയാലും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വ്യൂ ആൻഡ് ലുക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ ബാത്റൂം പോലും വളരെ ക്രിയേറ്റീവായിട്ടാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ ബാത്റൂമിൽ വെള്ളം പിടിക്കാൻ പോലും ഒറിജിനൽ ചെമ്പ് പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ ആ പ്രൈവറ്റ് പൂളിലാണ് എത്തുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള പ്രൈവസി ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പൂൾ, വേറെ ലെവൽ വൈബാണ്. ഞാൻ പോയി പൂളിൽ ചാടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. താങ്ക് യു.